ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററെ മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ അല്ലേ? സോ എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, എൻ്റെ പേര് വൈഷ്ണവി. ഞാനാണ് ഇവിടുത്തെ ലേൺ വൈസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ടീം ലീഡാണ് കേട്ടോ. അപ്പോൾ ഞാനായിരിക്കും ഇന്ന് നിങ്ങളുടെ സെഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സരിത മാം ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും ഇന്നലത്തെ മെസ്സേജിൽ അല്ലേ? എന്താണ് ഈ സെഷൻ? നമ്മുടെ ഓറിയന്റേഷൻ അല്ലേ? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ Jan 25 ബാച്ചിൽ, ഇഗ്നോന്റെ ബാച്ചിൽ സ്റ്റാർട്ടായി അല്ലേ? നിങ്ങൾ കയറിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾ കയറി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും അല്ലേ? സോ ഇന്നത്തെ ഈ ഒരു സെഷന്റെ നമ്മുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടുക. അതുപോലെ ഒരു കുറച്ച് ഫണ്ണൊക്കെ ആയിട്ട് നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സ്കൂൾ വിടുക, നമുക്ക് കോളേജ് എടുക്കാം അല്ലെ? കോളേജിലെ ഫസ്റ്റ് ഡേ നമ്മൾ എങ്ങനെയായിരിക്കും? എല്ലാവരും കാണുന്നു, എല്ലാവരും പരിചയപ്പെടുന്നു അല്ലെ? വീട് എവിടെയാ, നാട് എവിടെയാ ചോദിക്കുന്നു, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് എടുത്തതെന്ന് അറിയുന്നു അല്ലെ? പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഡേ അങ്ങനെ തീരും. അപ്പൊ ഇന്ന് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി കേട്ടോ. ഇന്ന് നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, സബ്ജക്റ്റിന്റെ പേരോ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസോ സിലബസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഒന്നും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം പരിചയപ്പെടുക എല്ലാം മാത്രമാണ്. അപ്പൊ പെണ്ണും പേപ്പറൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പെണ്ണും പേപ്പറൊക്കെ ഒഴിവായിക്കോളൂ കേട്ടോ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെടുക പരസ്പരം മാത്രമേ നമ്മളിന്ന് ചെയ്യും. ഓക്കെ? സോ അതിന് എനിക്ക് എല്ലാവരുടെയും ഫേസ് കാണണം. ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ? നിങ്ങളെ മെന്റേഴ്സ് ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് നിങ്ങളെ പരിചയപ്പെടാനും കാണാനും ഒക്കെ എന്തായിരിക്കും വേണ്ടത്? നിങ്ങളുടെ ഫേസ് കണ്ടാൽ മാത്രമല്ല എനിക്ക് നിങ്ങൾ ആരാന്നുള്ളതും എന്താന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ആക്കിക്കേ എല്ലാവരും. ഇവിടെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു 10-13 പേരേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ നിക്കിത മാം ഉണ്ട്. നിക്കിത മാമിനെ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. നിക്കിത മാമും ലേൺ വൈസിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ മെന്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ വേറെ ആരുമില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പരസ്പരം കാണേണ്ട ആൾക്കാരല്ലേ നാളെ അല്ലെ? നമ്മൾ മീറ്റിംഗ് വെക്കുമ്പോഴൊക്കെ പരസ്പരം കാണേണ്ട ആൾക്കാരാണ്. എവിടെ എത്തി അല്ലെ? നമ്മൾ സ്കൂളിൽ പിള്ളേരുടെ അടുത്ത് വെക്കുന്ന പോലെ നീ എവിടെ എത്തി, അസൈൻമെന്റ് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കേണ്ട ആൾക്കാരല്ലേ മീറ്റിംഗിൽ. അപ്പൊ അതുകൊണ്ട് ജസ്ന, ഷംല, റജീന, ശ്രീലക്ഷ്മി ക്യാമറ ഓൺ ആക്കിക്കേ. ആദിത്യ, ഇനിയും ഉണ്ടല്ലോ ആൾക്കാരെ ഓൺ ആക്കിയാൻ. ഗ്ലാഡ്വിൻ, രാജേഷ്, ബീന. മെല്ലെ മെല്ലെ ആൾക്കാരൊക്കെ ഓൺ ആക്കിയല്ലോ. കണ്ടോ, ഇപ്പൊ നമ്മൾ പരസ്പരം കാണുമ്പോ എന്ത് രസമുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു മെന്റർ ആയിട്ടോ എനിക്ക് നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയുണ്ട് ആൾക്കാർ ഓണാക്കാൻ. റജീന, ശ്രീലക്ഷ്മി, ആദിത്യ, പിന്നെ ഗ്ലാഡ്വിൻ, രാജേഷ്, ബീന. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ക്യാമറ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് മുഖം കാണിക്കൂ കേട്ടോ. പരസ്പരം ഒന്ന് കാണാലോ പരിചയപ്പെടുമ്പോ. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും തംസപ്പ് ഇട്ടേ, ഇങ്ങനെ തംസപ്പ് ഇട്ടേ സ്ക്രീനിന്റെ മുമ്പില്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, സോ യെസ്, ഇപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തി അല്ലെ? ഇനി നമുക്ക് നിങ്ങൾ കുറച്ച് പേരൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടാം. ഓക്കെ, എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ലേൺ വൈസിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മെന്റർ ആൻഡ് ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ നാട് കോഴിക്കോടാണ്, പക്ഷെ ഞാൻ സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂരാണ്. ഇപ്പൊ കറന്റ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ സൈക്കോളജി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എനിക്ക് സൈക്കോളജി ഇഷ്ടമായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ആദ്യം മെഡിസിന് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ മെഡിസിൻ പിന്നെ എനിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി എന്നെ കൊണ്ട് അത് പറ്റില്ല. ആണ് ഞാൻ മെഡിസിനെ കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് കണ്ടെത്തിയിട്ട് ഞാൻ സൈക്കോളജി എടുത്തിട്ട് ഞാൻ പഠിച്ചു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേര്, നാട്, സ്ഥലം, അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യോളജി എടുത്തു. ഓക്കെ, വളരെ ഈസിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇന്റലക്ച്വലി നമ്മളൊന്നും ചർച്ച ചെയ്യുന്നില്ല അല്ലെ? എന്റെ പേര് ജിജ, തൃശ്ശൂരാണ് നാട്. ഞാൻ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റില് സീനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നത് ഇപ്പോ പ്രൊമോഷൻ ട്രാൻസ്ഫർ സംബന്ധിച്ച് ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. അതിന് മുൻപ് മെഡിക്കൽ ഫീൽഡിലായിരുന്നു. BSc MLT എടുത്ത് വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ BSc എഴുതി സർവീസിൽ കയറി. ഓക്കെ, സബ്ജക്ട് എന്തുകൊണ്ട് ചൂസ് ചെയ്തു? സബ്ജക്ട് ചൂസ് ചെയ്തത് നിലവിൽ എനിക്ക് PSc അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി എടുക്കണമെന്ന് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഓക്കെ. ഞാൻ ഓൾറെഡി ഞാന് സയൻസ് സബ്ജക്റ്റ് ആണ് VHSC ഒക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാന് അത് അപ്പൊ BA സെക്ഷനിലേക്ക് നോക്കാന്ന് വിചാരിച്ചപ്പോ സോഷ്യോളജി കണ്ടപ്പോ സോഷ്യോളജി എന്താണെന്നൊന്നും ആദ്യം ഞാൻ സയൻസ് സംബന്ധിച്ച് പഠിച്ചിരുന്ന കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് എന്താണെന്ന് നോക്കി, ഉം. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ BA എടുത്തു. സോഷ്യോളജി എടുത്തു. ഓക്കെ. ഓക്കെ. താങ്ക് യു ജിജ, താങ്ക് യു. എനിക്ക് തോന്നുന്നു സോഷ്യോളജി പഠിക്കുമ്പോൾ ആ ഇൻട്രസ്റ്റ് നിലനിൽക്കും എന്ന് തോന്നുന്നുണ്ട് എന്തായാലും. ഓക്കെ. Thank ഓക്കെ. സോ നെക്സ്റ്റ് ആരാ വരുന്നത്? നെക്സ്റ്റ് ആരാ വരുന്നത്? റെജീന റെഡ്ഡി ആണോ? ഹലോ മാം. ആരാണത്? പാർവതി അല്ലേ? അതെ അല്ല, എന്റെ ഓക്കെ. പേര് ലക്ഷ്മി, അതെ അതെ വീട് തൃശ്ശൂരാണ്. അയ്യോ, ഞാനൊരു ആരാത് പറയുന്നേ? ഒരു മിനിറ്റ്. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഇപ്പൊ ആരാ പറയുന്നേ? ഇപ്പൊ ശ്രീലക്ഷ്മി. ഞാൻ ശ്രീലക്ഷ്മി. ഒരു മിനിറ്റ് ശ്രീലക്ഷ്മി, ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ തൃശ്ശൂരിലാണ് വീട്. ഇപ്പൊ ഞാനൊരു ഡയബറ്റിക് സെന്ററിൽ ഒരു ടെലികോളിംഗ് വർക്ക് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി BBA ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കത് ഇടയ്ക്ക് വെച്ച് ഡിഗ്രി എനിക്ക് നിർത്തേണ്ട വന്നു. പിന്നെ കല്യാണമായി, 2 കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ പഠിത്തം നിർത്തിയേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് പിന്നെ അതിനോട് എന്തായാലും ഡിഗ്രി എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇതിലേക്ക് വന്നത്. പിന്നെ സോഷ്യൽ എടുക്കാനുള്ള കാരണം എനിക്കിഷ്ടമാണ്, സബ്ജക്ട് എനിക്കിഷ്ടമാണ്. പിന്നെ തിയറീസ് ഒക്കെ പഠിക്കാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് സബ്ജക്ട് ഞാൻ ചൂസ് ചെയ്യും. ഓക്കെ. ഓക്കെ. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു. നേരത്തെ ആരോ പറഞ്ഞത് പാർവതി. ഹലോ മാം. ആ. എന്റെ പേര് പാർവതി. ആലപ്പുഴയിലാണ്, കായംകുളത്താണ് വീട്. ഞാനിപ്പോ പ്രീ പ്രൈമറി ടീച്ചറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ 1 ഇയർ കഴിഞ്ഞപ്പോ ഇപ്പം ട്യൂട്ടറായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയിട്ട് ഇപ്പൊ 7 മാസമായതേ ഉള്ളൂ. അപ്പം +2 മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഡിഗ്രിയും കൂടെ ആയിക്കഴിഞ്ഞാല് പല ഇതും സ്കൂളുകളിൽ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഗ്രി എടുക്കണം, ഇങ്ങനെ സബ്ജക്റ്റ് ഒന്നും മൈൻഡിൽ വന്നിട്ടില്ല. ഒരു ഡിഗ്രി അതുകൊണ്ട് എടുക്കണം എന്നുള്ള ഇതിലാണ് ഇരുന്നത്. അപ്പൊ പിന്നെ ഞാന് +1 +2 ഹിസ്റ്ററി ആയിരുന്നു എടുത്തത്. അപ്പം സോഷ്യോളജി എന്നുള്ളൊരു സബ്ജക്റ്റിനോടൊരു മറ്റു സബ്ജക്റ്റിനെക്കാട്ടും കുറച്ച് ഇഷ്ടം കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തതാണ്. ഓക്കെ. താങ്ക് യു പാർവതി. ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ് ആയി. ഗുഡ് ആദ്യം കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയാലോ. അതെ. എന്റെ പേര് ജോളി. ഞാൻ വർക്കലയാണ് താമസിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്തത് സോഷ്യോളജിയാണ്. അത് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഡിഫറൻസ് വന്ന് പഠിത്തം നിർത്തിയിട്ടേ. അപ്പൊ ഞാൻ അവിടെ വിളിച്ചപ്പോ ചോദിച്ചു എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിഗ്രി ഏത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ രജിത മാമാണ് സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും നമുക്ക് പെട്ടെന്ന് പഴയ കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെയല്ലേ പറയുന്നത്, സൊസൈറ്റിയെ കുറിച്ച്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോകുന്നത്. അങ്ങനെ എടുത്തു. പിന്നെ എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ട് താല്പര്യം വന്നതാണോ? അല്ല, ഞാൻ സൈക്കോളജിയാണ് സത്യത്തിൽ ആദ്യം എടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങനെ. പക്ഷെ എനിക്ക് സോഷ്യോളജി ക്ലാസ്സുകൾ ഒന്നും രണ്ട് യൂട്യൂബിലൊക്കെ കണ്ടപ്പോ എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മള് സോഷ്യൽ വർക്ക് ചെയ്യാനും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവുമല്ലോ അത്. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ സോഷ്യോളജി ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എടുത്തത്. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ബിസിനസ് ആണ്. അങ്ങനെ പോകുന്നത്. ഓക്കെ. താങ്ക് യു ജോളി. താങ്ക് യു വെരി മച്ച്. ഒരാളും കൂടി ആരാ വരെ മുന്നോട്ട്? റെജീന റെഡ്ഡി ആണോ? റെജീന റെഡ്ഡിയാണ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ഒരുപാട് നാളായി പഠിത്തം നിർത്തിയിട്ട്. ഏജ് ഓവറാണ്. പിന്നെ ഇപ്പോഴേ ഒരു അധ്യാപികയായിട്ട് സ്വന്തമായിട്ട് മദ്രസ നടത്തുന്നുണ്ട്. ഒരു ഷോപ്പുണ്ട്. അപ്പം
ഇടയ്ക്ക് സ്കൂൾ ട്യൂഷനും കൂടി എടുക്കണമെങ്കിൽ ഡിഗ്രിയും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ കുറെ കൂടി ബെറ്റർ ആവും തോന്നി. അങ്ങനെ നേരത്തെ പഠിച്ചിട്ട് പകുതിയാക്കി നിർത്തിയ ഡിഗ്രി ഒന്ന് ഉം. എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ചിന്തയിലായിരുന്നു. Okay. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ മൊബൈലിൽ നോക്കി ലാസ്റ്റിലാണ് ലേൺവൈസിൽ വന്ന് പെട്ടത്. പെട്ടിട്ടില്ല കേട്ടോ റെജീന, പെട്ടിട്ടില്ല. പെട്ടിട്ടില്ല, അങ്ങനെയല്ല. ലേൺവൈസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോയപ്പം ഇഷ്ടം തോന്നി, ഒന്ന് ക്ലിക്ക് ചെയ്തു. അതങ്ങനെ ഗ്രൂപ്പിൽ ചെന്ന് പിന്നെ ജോയിന്റ് ആയി. അവിടുന്ന് ഒരു മോള് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സൈക്കോളജി ആയിരുന്നു ഇഷ്ടമായിരുന്നത്. പക്ഷെ ഇത്രയും ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് സൈക്കോളജി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് ഒരു സംശയം വന്നു. പേടിയുണ്ടായിരുന്നു. സംശയം വന്നു. അങ്ങനെ ഹരീഷ് മേണ് എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുള്ളിക്കാരി നന്നായിട്ട് എനിക്ക് നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പം എനിക്കൊരു ഡിഗ്രി മാത്രമാണ് എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്ക് ജോബർ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഗവൺമെന്റ് ജോബ് ഒന്നും പറ്റൂലല്ലോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ പഠിക്കാനാണെങ്കിൽ സോഷ്യോളജി ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. കുറേ ആലോചിച്ച് ദിവസങ്ങളോളം ആലോചിച്ചിട്ട് ലാസ്റ്റ് പിന്നെ തീരുമാനം എടുത്ത് എനിക്ക് സോഷ്യോളജി മതിയെന്ന്. പിന്നെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട്, ഇത്രയും ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട്. ഞാൻ 98-ലാണ് ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയത്. +2 കഴിഞ്ഞു, ഒരു 4-5 മാസം ഡിഗ്രിക്ക് പോയപ്പോഴേക്കും മാരീഡ് ആയി. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി, പിന്നെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴ് 3 വർഷമായി ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട്. അപ്പൊ 3 കുട്ടികളാണ്. മൂത്ത ആള് ഡിഗ്രിക്ക് പഠിക്കണം, ഇളയാള് 10ാം ക്ലാസ്സില്, പൊടിമോള് 4ാം ക്ലാസ്സിലാണ്. അപ്പം ഒരു ചെറിയ ഷോപ്പുണ്ട്, എൻ്റെ കൂടെ ട്യൂഷൻ ഉണ്ട്, പിന്നെ സ്കൂൾ ട്യൂഷന് കുറെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രയും തന്നെ ഇംഗ്ലീഷ് വശമില്ലാത്തൊരവസ്ഥയില്, കാരണം കുറെ ആയില്ലേ പഠിത്തം നിർത്തിയിട്ട് തന്നെ. ഇപ്പോഴ് കുറെ കൂടി ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റു ട്യൂഷനും കൂടി എടുക്കാമെന്ന് കരുതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ഡിഗ്രി എഴുതി എടുക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ സോഷ്യോളജി എടുത്തു. സോഷ്യോളജി എടുത്തത്. ഇങ്ങനെ ഇപ്പം കുഴപ്പമില്ല. മെന്ററായിട്ട് വരുന്നത് സരിതയാണ്, നല്ല സപ്പോർട്ടാണ്. പിന്നെ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു, നല്ല ഉഷാറാണ്, നല്ല ഇഷ്ടമായി. പിന്നെ താങ്ക് യു ബാക്കിയൊക്കെ രജീന. ശരി. രജീന പേടിക്കണ്ട കേട്ടോ, അത്ര വയസ്സ് നമുക്ക് എഡ്യൂക്കേഷന് ഒരു ഫാക്ടറേ അല്ല കേട്ടോ. രജീന കറക്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 75 വയസ്സുള്ള ഒരു ആള് വരെ സൈക്കോളജി പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഇയർ എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് അസൈൻമെന്റ്സിലും. അതായത് അത്രയും കഷ്ടപ്പെട്ട് പുള്ളി 75 വയസ്സിലും പുള്ളി അസൈൻമെന്റ്സ് 60 പേജ് അസൈൻമെന്റ്സ് ഇരുന്ന് എഴുതി 86 മാർക്ക് മേടിച്ചിട്ടുണ്ട് അസൈൻമെന്റ്സിലൊക്കെ. അപ്പോ അതുകൊണ്ട് ഏജ് ഒരു ഫാക്ടർ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, റെജീനയ്ക്ക് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പഠിക്കാൻ താല്പര്യമുണ്ട്, അതിനൊരു ടൈം ഉണ്ട്, ഉണ്ടാക്കി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ട് പറ്റും കേട്ടോ. വൈഷ്ണവി മാം, നമ്മള് വിചാരിക്കുന്ന പോലൊരാളല്ല റെജീന മാം. ഭയങ്കര ആക്റ്റീവാണ്. അതെ അല്ലെ? കോൾസിലേക്ക് ആണെങ്കിൽ നമുക്ക് എന്നും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്കെങ്കിലും ആൾ ചെയ്തിട്ടുണ്ടോ. ഭയങ്കര ആക്റ്റീവാണ്. ഈ പറയുന്ന ഒരു വയസ്സ് എന്നുള്ളതൊക്കെ ആൾ ഈ പറയുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ വളരെ എന്താ പറയാ, നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. രാത്രിയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ടെന്നൊക്കെ കുറെ നിൽക്കുന്ന മോളൊക്കെ പറയാറുണ്ട്, ഉമ്മച്ചി പഠിക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഏജ് ഒരു നമ്പർ മാത്രമാണ് എന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ലേണേഴ്സ് ആണ്. ഓക്കെ, കണ്ടോ, സരിത മാമിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി രജനിക്ക്. പിന്നെ എന്ത് വേണം അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ റെജീന. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് റെജീനനെ കുറച്ചും കൂടി നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാട്ടോ. ഓരോരുത്തരുടെ സ്റ്റോറി കേട്ടിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു ഗെയിം ആയല്ലോ. കുറച്ച് ബോറടിക്കും അല്ലെ, നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കഥ കേട്ടിരുന്നാൽ നമുക്ക് ബോറടിക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്കൊന്ന് ഗെയിം കളിച്ചാലോ കുറച്ച്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? വീട്ടിൽ ആരൊന്നും പറയത്തെ? ഓക്കെ അല്ലേ? ഗെയിം കളിക്കണ്ടേ ആർക്കും?
പരിചയപ്പെട്ടിരുന്നാ മതിയോ? ഗെയിം കളിക്കണ്ട? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം. ഓക്കെ, സോ ഞാൻ ഗെയിം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ കൂടെ ഗെയിം കളിക്കാനും ഞാൻ നിക്കിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നിക്കിത, ഓവർ ടു യു. ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. കിടക്കുന്നു. ഓക്കെ, എൻ്റെ പേര് നിക്കിത. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹിസ്റ്ററിയുടെ മെന്റർ ആണ്. അപ്പോൾ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മൾക്കപ്പോൾ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിന്റെ പേര് ബ്രെയിൻ ബസ് എന്നാണ്. നമുക്ക് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് എ മിനിറ്റ്. ബ്രെയിൻ ബസ് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ നിങ്ങളിൽ ഒരാള് ആരാണ് ആദ്യം വരിക എന്ന് നോക്കാം. അപ്പൊ ഒരാള് ഇഷ്ടമുള്ള ഒരു നമ്പർ ഒന്ന് ചൂസ് ചെയ്യാവോ? ആരോ 7 പറഞ്ഞു. ആരാ 7 പറഞ്ഞത്? പേര് പറയാമോ ഒന്ന്? റെജീനയാണോ? ഓക്കെ, റെജീന 7 പറഞ്ഞു കേട്ടോ. ഓക്കെ, 7. ഐഡന്റിഫൈ ദ മിസ്സിംഗ് നമ്പർ. ഇതിലെ മിസ്സിംഗ് നമ്പർ എത്രയാണെന്ന് പറയാം. ഇത് റെജീനയുടെ മോൾ ആൻസർ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. എത്ര ഒന്നും കൂടി കേട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങക്ക് ഇല്ല, റെജീന എനിക്ക് പറയുന്നത്? ക്ലിയർ ആവുന്നില്ല. റെജീന ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ചാറ്റ് ബോക്സിലാണെങ്കിൽ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഹലോ, എനിക്ക് കേൾക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കേട്ടില്ല. റെജീന കേൾക്കുന്നില്ല ഒന്നും. ചാറ്റ് ബോക്സിൽ ഇടൂ. 9, 11. ഓക്കെ, ഓക്കെ, കറക്റ്റ് ഉത്തരാണ്. എല്ലാരും റെജീനയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. താഴെ റിയാക്റ്റില് റെജിനയ്ക്ക് ഒന്ന് ക്ലാപ്പ് കൊടുക്കും എല്ലാരും. ഒന്ന് ക്ലാപ്പ് ചെയ്യാം അല്ലെ നമുക്ക്? നമ്മുടെ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ? അതെ. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമ്പർ ഒന്ന് പറയാമോ? ആരെങ്കിലും ഇഷ്ടമുള്ള ആരാണ് നമ്പർ? നെക്സ്റ്റ് വരുന്നത്? ആരാണ് മുന്നോട്ട് വരുന്നത്? ഇനി മാത്സ് ഇല്ല കേട്ടോ, പേടിക്കണ്ട. ഇനി മാത്സ് ഇല്ല. 4. ആരാ 4 പറഞ്ഞ? പാർവതിയാണോ? അല്ല, ജിജ. ജിജ. ഓക്കെ, ജിജ 4 പറഞ്ഞു. ജിജ സ്പോട്ട് ദ ഡിഫറൻസ് ആണ് കേട്ടോ. സ്പോട്ട് ദ ഡിഫറൻസ്. ഇതിലെ എന്താണ് വ്യത്യാസം ഈ രണ്ട് ഫോട്ടോസ് തമ്മിൽ? എന്തെങ്കിലും നോക്കിയിട്ട് ഞങ്ങൾക്ക് ക്ലിക്ക് ആവുന്നുണ്ടോ? എന്താണ് ഒന്ന് പറയാമോ? നമ്മളുടെ ഈ ചിത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്നുള്ളത് പറയാം. ഒരു ഡിഫറൻസ് ഉള്ള ഒരു ഡിഫറൻസ് എങ്കിലും പറയണം. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഒന്ന് സ്റ്റാർ, അങ്ങോട്ട് പോകുന്നത്, ഒന്ന് റോക്കറ്റ് തിരിച്ചു വരുന്നത്, പിന്നെ ഒരു സ്റ്റാർ ഇല്ല, ഓക്കെ, ഒന്നൊരു സ്റ്റാർ ഉണ്ട്. ഇതിപ്പോ ആരത് ഇപ്പോ പറയുന്ന ആൻസർ? ജോളി. ജോളിയാണോ? ഇതിനകത്ത് ഗ്ലാഡ്വിൻ ഒരു വെച്ചിട്ടുണ്ട്. ഗ്ലാഡ്വിൻ സ്മൈൽ ആൻഡ് സ്മൈൽലെസ്. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. എനിക്ക് പേര് ക്ലിയർ ആവുന്നില്ല കേട്ടോ പറയുന്നത്. പേര് ആരാന്നുള്ളത്. ജിജി അല്ലേ പറഞ്ഞേ? ജിജയും ജോളിയും കൂടിയാ പറഞ്ഞേ, പിന്നെ ഗ്ലാഡ്വിനും പറഞ്ഞു. ഞാനൊരു സ്റ്റാറിന്റെ പറഞ്ഞോളൂ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. ഇത് കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ. ഇനി ഏത് നമ്പറാ ഉള്ളേ? ഇനി ആർക്കാ മുന്നോട്ട് വരണേ? വേറെ ആർക്കും താല്പര്യമില്ല? ആരാണ്? നമ്പർ 2. നമ്പർ 2. ഓക്കെ, 2 നോക്കാം നമുക്ക്. നിക്കിത, ഒരു മിനിറ്റ്. ഓക്കെ, സോറി. നമ്മുടെ നമ്പർ 2 ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 2, സെന്റൻസ് മേക്കിംഗ് ഫ്രം വേർഡ്സ്. ഈ 3 വേർഡ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു സെന്റൻസ് പറയാമോ ആർക്കെങ്കിലും? I like
കോഫി. ക്ലൗഡ് ഗിറ്റാർ കോഫി. നിങ്ങൾക്ക് ചാറ്റ് 3 ബോക്സിൽ എഴുതാം കേട്ടോ. സെന്റൻസും ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവേ. എന്തെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടാക്കി പറഞ്ഞാൽ മതി, ക്ലൗഡ് വെച്ചിട്ട് വരുന്നത്. ചാറ്റ് ബോക്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവേ. മലയാളത്തിൽ പറയാമോ വൈഷ്ണവി സ്റ്റുഡൻസിന്? ഐ ക്യാൻ മേക്ക് കോഫി. ആ കണ്ടോ, ഗ്ലാഡ്വിൻ നന്നായിട്ട് ഉണ്ടാക്കിയല്ലോ സെന്റൻസ്. ഐ ക്യാൻ മേക്ക് കോഫി അല്ലേ? ഓക്കെ, കോഫി ആയി. ഇനി ഗിറ്റാർ ക്ലൗഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കും. മലയാളത്തിലാണെങ്കിലും ഉണ്ടാക്കിയാൽ മതി, ഇംഗ്ലീഷിലാണെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടാക്കുക. ഗിറ്റാർ വെച്ചിട്ട് എന്താ? ഐ ലൈക്ക് കോഫി. ആ, ജോലി ഇട്ടുണ്ട്. ഐ ലൈക്ക് കോഫി. ഐ ക്യാൻ മേക്ക് കോഫി. ഐ സീ ക്ലൗഡ്. കറക്റ്റ് അല്ലേ? ഐ സീ ക്ലൗഡ്. വെരി ഗുഡ്. ഒരെണ്ണം കൂടി, ഗിറ്റാർ. ഓക്കെ, വെരി ഗുഡ്. ഐ വോണ്ട് ടു പ്ലേ വയലിൻ. വയലിൻ അല്ല, ഗിറ്റാർ. ഗിറ്റാർ ഗിറ്റാറാണ്. കുഴപ്പമില്ല, നമുക്ക് ജിജയുടെ വയലിൻ ഗിറ്റാർ ആയിട്ട് എടുക്കാം അല്ലേ? ഐ വോണ്ട് ടു പ്ലേ ഗിറ്റാർ. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റൽ ആണല്ലോ അല്ലേ? അതെ, നമുക്ക് ആരെയും തിരിച്ചറിയാൻ. ഓക്കെ, കറക്റ്റ് കറക്റ്റ്. നമുക്ക് അടുത്ത Okay, ഡിജിറ്റിലേക്ക് correct ഒന്ന് പോവാം. ദെൻ ഇനി നെക്സ്റ്റ് നമ്പർ ആരെങ്കിലും? എനർജറ്റിക് ആയിട്ട് ആരും ഇല്ലേ അവിടെ നമ്പർ പറയാൻ? നമുക്ക് 7 നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ 3 പേരാണ് ഗെയിമിൽ പങ്കെടുത്തത്. അടുത്ത പറയും ബാക്കി. ആരാണ് മുന്നോട്ട് വരുന്നത്? ഏതെങ്കിലും ഒരു ഡിജിറ്റ് പറയൂ. 1. ഡിസ്കസ് അബൌട്ട് താജ്മഹൽ ഫോർ 1 minute. താജ്മഹലിനെ എല്ലാവർക്കും അറിയാലോ അല്ലെ? താജ്മഹലിനെ കുറിച്ച് എന്താണ് എല്ലാവർക്കും എന്താ ആര് പറയും പറയാനുള്ളത്? താജ്മഹലിനെ കുറിച്ച്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാട്ടോ, പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി താജ്മഹലിനെ കുറിച്ച്. പക്ഷെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. താജ്മഹലിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ? താജ്മഹൽ ഞാൻ പറയട്ടോ. പറഞ്ഞോളൂ. ഒരു ലവിന്റെ പ്രതീകമാണ്. സിഗ്നൽ ഓഫ് ലവ് എന്ന് പറയാം നമുക്ക്. ഒരു സ്നേഹത്തിന്റെ പ്രതീകമായി കെട്ടിയ കാട് ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാൻ തന്റെ പത്നിയായ മുംതാസിനായിട്ട് പണി ജോളി കഴിപ്പിച്ചതാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേക്കാം. കേൾക്കുന്നുണ്ടോ? ഒക്കെ ഒരു സ്നേഹത്തിന്റെ സിമ്പൽ എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, അങ്ങനെയാണ് ഷാജഹാൻ തന്റെ പത്നിയായ മുംതാസിനായിട്ട് പണി കഴിപ്പിച്ചതാണ്. നമുക്ക് ഗ്ലാഡ്വിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒരു GK പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശില നമ്മുടെ ഇതാണ് താജ്മഹൽ എന്നുള്ളത്. ഒരു GK കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തിയാണ് പണിതത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ നിർമ്മിതികൾ തോന്നും. അപ്പൊ ഇനി നമുക്ക് നമ്മളെ ബാക്കി നമ്മളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്ന് പരിചയപ്പെടാം. ജസ്റ്റ് എങ്ങനെയാണ് നമ്മളുടെ ലേൺ വൈസ് നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ്. നമ്മൾ വിളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് സ്വയം വന്ന് പരിചയപ്പെടാം അല്ലെ? അതല്ലേ നല്ലത്. നമ്മൾ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ അല്ലേ, പണ്ട് സ്കൂളിലൊക്കെയാണ് ടീച്ചറെ അവൾ പറയുന്നത്. അപ്പൊ നമുക്ക് അതില്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം വന്ന് പറയാവുന്നതാണ്. പേര് വിളിക്കണോ? മാഡം, ഞാൻ ബീന. ഓക്കെ, ബീന. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബീന. ഞാൻ ചേർത്തലയിലാണ് താമസിക്കുന്നത്. സോഷ്യോളജി ഞാൻ നേരത്തെ BCom ഡിഗ്രി ചെയ്തിരുന്നതാണ്. പക്ഷെ സാഹചര്യം കൊണ്ട് പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇപ്പൊ സോഷ്യോളജി എടുക്കാൻ കാരണം എനിക്ക് ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് LLBക്ക് പോകണമെന്നൊരാഗ്രഹം. ഏജ് 51 വയസ്സുണ്ട്. അപ്പം വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് പഠിക്കണമെന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് അങ്ങനെ സോഷ്യോളജി എടുത്ത് അതിനോടൊരു ഇഷ്ടം. അത്രേ ഉള്ളൂ. പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ മാം.
വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് യുണീക്ക് ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ ഒരു ക്യാരക്ടർ ഉണ്ടാകത്തില്ലേ? യുണീക്ക് ആയിട്ട് നമുക്ക് പറയാൻ ഇഷ്ടമുള്ള നമ്മുടേത് മാത്രം എന്ന് പറയുന്ന ഒരു സ്വഭാവം ശ്രദ്ധിച്ചു. ചിലപ്പോൾ പാട്ട് പാടുന്ന ആളായിരിക്കാം, നല്ലോണം കുക്ക് ചെയ്യുന്ന രീതി ഉണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മുടേത് എന്ന് പറയുന്ന ഒരു യുണീക്ക്, എല്ലാവർക്കും ഉണ്ടാവും ഒരു യുണീക്ക് ആയിട്ട് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. നമുക്ക് ഓർത്ത് വെക്കാൻ പാകത്തിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പറയും. പാട്ട് പാടുന്നതിന് ഇഷ്ടമാണ്, ചെറുതായിട്ട് പാടും. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? എന്ത് പറയുന്നു? നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട്, രണ്ടുപേരി. ഷോർ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം നമുക്ക് ബീനേനെ ഒന്ന്, അല്ലേ? അതെ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ ചാരേ കതിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. അത്രയും മതി. കൊള്ളോന്നൊന്നുമില്ല, ജസ്റ്റ് വിറയലൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ടൊന്നും ഇല്ല. ക്ഷമിച്ചേരി. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പാട്ട് പാടാൻ പറഞ്ഞു, എന്താ പറയാ, പാട്ട് പാടുന്നത് ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തരും യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും അല്ലെ, ടാലന്റ് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പേര് മാത്രം പറഞ്ഞ് ഇങ്ങനെ വളരെ ഫോർമൽ ആയിട്ടൊന്നും ഇരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. സോ അടുത്തത്, ഇനി താങ്ക് യു മാം. അടുത്തത് ആരാണ് ഇതുപോലെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്? ആരാണ്? സരിത. സരിത ഹലോ മാം, എൻ്റെ പേര് പാർവതി, ആലപ്പുഴയാണ് വീട്. അപ്പം എനിക്ക് ഡിഗ്രി എടുക്കണം എന്താണെന്ന് അറിയാതിരുന്നപ്പോഴാണ് ഇഗ്നുവിന്റെ കാര്യം അറിഞ്ഞതും. പക്ഷെ അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് ലേൺവേഴ്സിൽ വന്ന് നിൽക്കുന്നത്. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത്. എനിക്കിപ്പം ഒരാള് പഠിപ്പിക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഒരാൾ പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യും. അങ്ങനെ മാമിനെ കണ്ടത്, ക്ലാസ് എല്ലാം നന്നായിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. സോ താങ്ക് യു. പാർവതി ഈ പറഞ്ഞ പോലെ പാർവതിയുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കാര്യം നമുക്ക് ഓർക്കണ്ടേ പാർവതി? നമ്മൾ അവിടെ ഒരു മീറ്റപ്പ് ആണ്, ഒരു ഫസ്റ്റ് മീറ്റപ്പ് ആണ്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് ബാച്ച് മേറ്റ്സിനെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് പാർവതിയെ ഓർക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലർ മിമിക്രി ചെയ്യുന്ന ലെനോപ്പൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും? ഞാന് പാട്ട് പാടുന്ന വെച്ചാൽ ഇതുവരെ ആരുടെടുത്തും പാടിയിട്ടില്ല. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യും. അതെ, പ്രോഗ്രാം ഒക്കെ ചെയ്യും. അങ്ങനെ പോകുന്നു. അത്യാവശ്യം പടം വരയ്ക്കും. അതെ അതെ, അങ്ങനെ വലുതായിട്ടില്ലെങ്കിലും അത്യാവശ്യം അമ്പലത്തിലും അല്ലെങ്കിൽ സ്കൂളിലും അങ്ങനെയുള്ള പ്രോഗ്രാമുകള്, ക്രിസ്മസ്, വിഷു, ഓണത്തിന് അങ്ങനൊക്കെ കളിക്കും. നമുക്ക് ഗൈഡ് വൈസിൽ നമുക്ക് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ വരുന്നതാണ്. അപ്പൊ പാർവതിയൊക്കെ പാർട്ടിസിപ്പേഷൻ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ ഓക്കെ നമുക്ക് വരുന്ന നമ്മളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ പാർവതിയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരായിരുന്നു? ഞാൻ ഷാനാസ്, കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്ന സ്ഥലത്തു നിന്നാണ്. പിന്നെ ഞാന് ഒരുപാട് പ്ലാറ്റ്ഫോം അന്വേഷിച്ചതിന് ശേഷമാണ് ലേൺവൈസിൽ എത്തിച്ചേർന്നത്. ആദ്യം ബികോം ആയി, പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ പിന്നെ പുതിയൊരു സ്ട്രീം എടുക്കാന്ന് കരുതിയിട്ടാണ് സോഷ്യോളജി എടുത്തത്. വലിയ വശമൊന്നുമില്ല, തീരെ അറിയാത്തൊരു സ്ട്രീമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മെന്ററുടെ സഹായം എടുത്തത് കൊണ്ടിട്ട്
ക്ലാസ് ഒക്കെ ജസ്റ്റ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സരിത ഒരു ഗെയിം ആവാം നമുക്ക്. ചിലപ്പോ അവര് ഗെയിം ബോർ ആവാം അല്ലെ? അടിച്ചിട്ടുണ്ടാവും. അതെ, ഓക്കെ. നമുക്ക് മൂവി ഗെയിം ആയാലോ? മൂവിന്റെ ഗെയിം ആയാലോ നമുക്ക്? ഓക്കെ. സിനിമ ഓക്കെ, എല്ലാവരും സിനിമാ പ്രേമികളായിരിക്കുമല്ലോ, അപ്പൊ എന്തായാലും അതൊരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. അപ്പൊ നമുക്കൊരു സിനിമയുടെ ഒരു ഗെയിമിലേക്ക് കിടക്കാം. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സിനിമയിലെ ഓരോ ഡയലോഗ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. അത് ഏത് കഥാപാത്രമാണ്, പറ്റുമെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. അതാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ, ഗെയിം. അപ്പൊ നമ്മൾ ഓരോ കഥാപാത്രങ്ങളെ കാണിക്കും. അതിൽ ആ കഥാപാത്രം ഏത് സിനിമയിലാണ് എന്നുള്ളത് പറയും. വിത്ത് ഡയലോഗ് ഉള്ള കഥാപാത്രം ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും റെഡി അല്ലേ? So, നമുക്ക് ഫസ്റ്റ് ഇതാണ് കേട്ടോ. കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഏത് സിനിമയിലായിരിക്കും? എന്തല്ല ഒന്നും ഡയലോഗ് കൗതുകം ലേശം കൂടുതൽ എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കേ. യെസ് യെസ്. ചാറ്റ് ഓക്കെ. ബോക്സിൽ ഇടാട്ടോ. ഗോദ. ഗോദ. വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും സിനിമയായിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് അല്ലെങ്കിൽ കഥാപാത്രത്തെ കാണുമ്പോ ഗോദ. ഓക്കെ, ഓക്കെ, നമുക്ക് ശരിയാണ്. നോക്കാം. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ, ഗോദ. നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. ഓക്കെ, മൈ ഫോൺ നമ്പർ ഇസ്. ഇതെല്ലാവർക്കും അറിയുന്ന ഗെയിം ആയിരിക്കും. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ ഗെയിം ഇത് ഏതാന്നുള്ളത്. സാഗർ എലിയാസ് ജാക്കിയാണോ? സാഗർ ഇലിയാസ് ജാക്കി ആണോ അത്? അത് തന്നെയാണോ? കുറച്ചുകൂടെ നിർത്തി. രാജാവിന്റെ മകൻ. ആ അതെ, അതെ. അതെ, ആരാ പറഞ്ഞത്? ബീന. ബീന. ഓക്കെ, വെരി ഗുഡ് ബീന. ജാക്കിയുടെ കുറച്ച് മുന്നുള്ള പ്രീവിയസ്. കറക്റ്റ് ആണ് കേട്ടോ. Then ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ്. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല, കുമ്പളങ്ങി നൈറ്റ്സ് ആണ് എല്ലാവർക്കും അറിയാം അല്ലെ. ഷമ്മി ഹീറോടാ ഹീറോ അല്ലേ? നെക്സ്റ്റ്, ഇത് ഏതായിരിക്കും? യോധ. 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 ഉറപ്പാണോ? അതെ. യോധ തന്നെയാണോ? കഥാപാത്രത്തിന്റെ പേരൊന്ന് പറയാൻ പറ്റൂ? ഓർക്കുന്നുണ്ടോ? അപ്പുക്കുട്ടൻ. അപ്പു. അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ. ഓക്കെ, കറക്റ്റ്. ഇത് ഏതാണ് സിനിമ? ഒറ്റ ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. വടക്ക് നോക്കിയ വടക്ക് നോക്കിയ യന്ത്രം. നോക്കാം, ആൻസർ നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. ഏതാണിത്? നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ്. നോക്കാം, കറക്റ്റ് ആണ് കേട്ടോ. നടേശ കൊല്ലണ്ട. ഏതാണ് സിനിമ ഇത്? വളരെ ഫേമസ് ആയിട്ടുള്ള നടേശ്. ഏതാണ്? രാവണപ്രഭു. രാവണപ്രഭു ആണോ? ഉറപ്പാണോ? അതെ. ഉറപ്പാ? വെരി ഗുഡ്. നെക്സ്റ്റ്, ഇത് ഏതാണ് പടം? ഇവൻ പുലിയാണ് കേട്ടാ. രാജമാണിക്യം. അതല്ല, വെരി ഗുഡ്, വെരി ഗുഡ്. മമ്മൂട്ടി ഫാൻസ് ആണല്ലോ ഫുള്ള്. കറക്റ്റ്. ഇതോ? ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. തലയാണ മന്ത്രമാണോ? തലയണ മന്ത്രാണോ? ആണോ? നോക്കാം. അതെ, കറക്റ്റ്, കറക്റ്റ്. ഓക്കെ, സോ കുട്ടി ഗെയിമാണ് നമ്മുടെ. നിങ്ങൾ എല്ലാരും ഇപ്പൊ സിനിമ കാണുന്ന ആൾക്കാരാണല്ലേ ഫുള്ള്. കുറച്ചുകൂടെ എല്ലാവരും പഴയ സിനിമകളുടെ ഭയങ്കര അല്ലേ, നമുക്ക് വളരെ
അത് നമ്മളുടെ ഉള്ളിൽ പതിച്ചിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും സിനിമ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്കി കുറച്ച് പാർട്ടിസിപ്പൻസിനെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ചു പേര് മുന്നോട്ട് വരാൻ ഇങ്ങനെ മടിച്ച് നിൽപ്പുണ്ട്. എന്ത് പറ്റി? എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ആക്ടിവേറ്റ്. നമ്മൾ ഒരു ഗെയിം കഴിഞ്ഞൊരു റീഫ്രഷ് ഒക്കെ ആയിരിക്കുമല്ലേ? ജസ്റ്റ് നമ്മുടെ എനിക്ക് പേര്, തോന്നുന്നു സരിത, നമുക്ക് ഇനിയിപ്പോ ആൾക്കാരെ വിളിക്കാം. അതെ, പേര് വിളിക്കാം. പേര് ഇനി വിളിക്കാം. വരാം അതെ. എന്നാണ് ആത്മജ് പറഞ്ഞോളൂ. ആത്മജിനെ കുറിച്ചേക്ക് ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരും. എൻ്റെ പേര് പേര് ആ- ആത്മജിന്. എൻ്റെ പേര് ആത്മജ് എന്നാണ്. ഞാൻ തലശ്ശേരി ആണ്, കണ്ണൂർ ജില്ലയിലെ. മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പഠിച്ചിരുന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പം PSCയും കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് അതിനും വേണമെന്നുള്ളൊരു ഡിഗ്രി ലെവലിലേക്കുള്ള വേണമെന്നുള്ളതുകൊണ്ട് അതിൽ തന്നെ നിൽക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറെ നോക്കി. അപ്പം നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് സോഷ്യോളജി ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, ബാക്കിയുള്ള അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് കിട്ടാനും നോക്കാനും. പിന്നെ ഒരു മെന്റർ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നുള്ള ഇത് കണ്ട്, അതുകൊണ്ട് തന്നെയാണ് സോഷ്യോളജി ചൂസ് ചെയ്തത് ആക്കിയത്. ഹലോ, കേൾക്കാം ആത്മജ്, കേൾക്കാം. എന്തായാലും ആത്മജിന് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സോഷ്യോളജിയുടെ നമ്മുടെ ലേൺ വൈസിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ സോഷ്യോളജി രീതിയിൽ തന്നെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആത്മജിന് ഇതുപോലെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ടാലൻസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പുറത്തെടുക്കാതെ വെച്ചേക്കുന്ന ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. സിനിമ കാണും, അതിന് പോകും, അല്ലാണ്ട് അങ്ങനെ ടാലന്റും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടമുള്ള കാര്യം എന്തോ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, നമുക്ക് ചിലർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവത്തില്ലേ? നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ചിലർ പുസ്തകം വായിക്കായിരിക്കും, ചിലർക്ക് ട്രാവൽ ചെയ്യുക, അതൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ സിനിമക്ക് പോകും, ഇതാവും, അത് ഓരോ കാര്യങ്ങൾ അതന്നെ. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് എങ്ങോട്ടാ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ട്രാവലിംഗ് ചെയ്യുന്നത്? ചെയ്തേര് വെച്ചിട്ട് സ്ഥലം രാജസ്ഥാൻ, അത് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എന്തുകൊണ്ടാ രാജസ്ഥാൻ ഒരു കുറെ നല്ല കൊട്ടാരങ്ങളും പിന്നെ മറ്റേ അതുമായി ബന്ധപ്പെട്ട ഇതും ഒരു പ്രത്യേകത ഒരു രസം. ഓരോ സ്ഥലത്തും പോയി കഴിയുമ്പോൾ ഓരോരു മരുഭൂമി, ഒരു സ്ഥലത്ത് മരുഭൂമിയാണെങ്കിൽ വേറെ സ്ഥലത്ത് കൊട്ടാരത്തിന്റെ അടുത്ത്, വേറെ സ്ഥലത്ത് വേറെ ഒരു പല കാര്യങ്ങൾ, അങ്ങനെ ഒരു നല്ലൊരു ഇത് പോയിട്ട് വീണ്ടും പിന്നെ പോകണം എന്ന് തോന്നിയൊരു സ്ഥലങ്ങളാണ്. അതുകൊണ്ടിരുന്നു. എന്റെ വീട് ആലപ്പുഴയാണ്. ഇപ്പം മാരേജ് ചെയ്ത് കൊടുങ്ങല്ലൂരാണ്. ഞാൻ BA ഹിസ്റ്ററിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ PSC ക്ലാസ്സിനൊക്കെ പോയി, അത് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സൗദിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം എന്നിട്ട് പഠിക്കാൻ വേണ്ടി ഒന്നും കൂടെ PG ചെയ്യണം എന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണ് സോഷ്യോളജി എടുത്തത്. എൻ്റെ പേര് രഞ്ജിത്ത്, എൻ്റെ വീട് പാലായാണ്. ഞാൻ കറന്റ് ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ആലോചിക്കുന്നതാണ് ഒരു ഡിഗ്രി എഴുതണമെന്ന്. പിന്നെ അന്നത് പറ്റിയില്ല. പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സ് പഠിച്ച് പിന്നെ അതിന്റെ തിരക്കായി വർക്കൊക്കെ ആയിട്ട് പോയി. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം, ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്. എനിക്ക് അങ്ങനെ ഹിഡൻ ടാലന്റ് ഒന്നുമില്ല. പിന്നെ ഹോബീസ് ഉണ്ട്, കുറച്ച് ട്രാവൽ ചെയ്യുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സരിത, ഇനി പരിചയപ്പെടാനുള്ളവർക്ക് ആർക്കെങ്കിലും വോളണ്ടിയർ ആയിട്ട് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിമിലേക്ക് പോയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ പേര് ഷീന എന്നാണ്. ഡിഗ്രി എടുക്കാന്ന് കരുതി എടുത്തതാണ്. താങ്ക് യു ഷീന, താങ്ക് യു. അപ്പോ വൈഷ്ണവി മാം, നമുക്കൊരു ഗെയിം കൂടെ കളിച്ച് നമുക്ക് നമുക്ക് വോളണ്ടിയർ ആയിട്ട് ലേണേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന എനിക്ക് തോന്നുന്നു അവർക്കൊരു റീഫ്രഷ്മെന്റ് നമുക്കൊരു ഗെയിം കൂടെ നമുക്ക് കൊടുക്കാം. അതെ, സരിത ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ഗ്രാബ് ആൻഡ് റൺ. ഞാൻ ജസ്റ്റ് നമ്മുടെ ഗെയിമിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. അതെ, അപ്പൊ നമ്മളുടെ ഗെയിം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് പാസീവായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കൊന്ന് എനർജിക്ക് ആകുന്ന രീതിയിൽ
നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. കുറച്ച് എനർജി ഒക്കെ ആവശ്യമുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് ടയേർഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗ്രാബ് ആൻഡ് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന വസ്തു ഏതാണോ അത് നിങ്ങൾ പെട്ടെന്ന് പോയി എടുത്ത് നമുക്ക് കാണിക്കണം, നമ്മുടെ സ്ക്രീനിൽ കാണിക്കണം. ഓക്കെ, നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ കാണിക്കുന്നത് നിങ്ങളത് എടുക്കണം. അപ്പോൾ ക്യാമറ എല്ലാം ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോണൊന്നും തട്ടി താഴെ വീഴാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. ഓണാക്കി വെച്ച ശേഷം ഇപ്പൊ ചെയ്തിരിക്കുന്ന പോലെ മാറ്റി വെച്ച ശേഷം പെട്ടെന്ന് നമ്മളുടെ സ്ക്രീനിൽ ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ നിങ്ങൾക്ക് ഷോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കളക്ട് ചെയ്യുക. ഒരു കാര്യമുണ്ട് സരിത, എല്ലാവരും ക്യാമറ ഓഫ് ആക്കിയിട്ടേക്ക് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയില്ല ആരൊക്കെ ഗെയിം കളിക്കുന്നതെന്നുള്ളത്. അതെ, ക്യാമറ നിർബന്ധമായിട്ട് ഓൺ ആയിരിക്കണം കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് എന്താ പറയുക, എളുപ്പം കിട്ടുന്ന ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഓക്കെ, വളരെ ഈസി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ, തിങ്സേ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങളുടെ അടുത്തുള്ള വസ്തുക്കളാണ്. സോ നമ്മളുടെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ മാക്സിമം എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കേ. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞപ്പോ കൊറേ പേര് ക്യാമറ ഓൺ ആക്കിട്ടോ. ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും നിക്കിത, ഷീന, രഞ്ജിത്ത്, അശ്വതി, ശ്രീലക്ഷ്മി, തസ്നി, എവിടെ ഇവരൊക്കെ? ഓക്കെ ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ആദ്യത്തെ സാധനം ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി പറഞ്ഞല്ലോ സരിത. നമുക്ക് ആദ്യത്തെ സാധനം എന്താന്ന് നോക്കാം. ഓക്കെ, ഗ്ലാസ്. വേഗം വേഗം ഓടിക്കൊണ്ടുവരണം ഗ്ലാസ് കേട്ടോ. ജോലിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. ജസ്നയ്ക്ക് കിട്ടി, ജോലിക്ക് കിട്ടി. വേറെ ആർക്കാ കിട്ടിയിരിക്കുന്ന ഗ്ലാസ്? ക്യാമറ ഓൺ ആക്കിക്കൂ. ജിജയ്ക്ക് കിട്ടിയില്ലേ നടന്നിട്ട്? സ്റ്റീലിന്റെ ഗ്ലാസ് മതിയോ? സ്റ്റീലിന്റെ ഗ്ലാസ് ഉള്ളൂ, കുഴപ്പമില്ല. ഞാൻ മാത്രമായ കാരണേ അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത സാധനം എന്താ നോക്കാം അല്ലെ? അടുത്തത് ഇതിപ്പോ എല്ലാവരുടെയും ഉള്ളതാണ് അല്ലേ? ജോളിയുടെ എന്തായാലും ഉണ്ട്. ഒന്നും തിരിഞ്ഞു നോക്കൂ, ആരുടെയും കയ്യിലൊക്കെ ഉണ്ടാവും. വെക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈസിലിയാണ് പെട്ടെന്ന് ഒന്ന് എടുത്ത് കാണാൻ. വേറെ ആരുടെ വരുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഉഷാറില്ല കേട്ടോ, എന്നാലും ഉഷാറില്ല. ഓടിപ്പോയി എടുത്തോണ്ടൊക്കെ വരണം. നാട്ടിലേതെങ്കിലും കിട്ടിയല്ലേ, ഇവിടെ ഞങ്ങൾ കുഴപ്പമില്ല. നമുക്ക് അടുത്ത സാധനം നോക്കാം കേട്ടോ. ചീപ്പ് കോംബ്. അത് അടുത്തുണ്ടാവും. നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടാവും പലരും. അതെ, ജോലി കൊണ്ടുവന്നു കേട്ടോ. ജസ്നയുടെ കയ്യിലുണ്ട്. ജിജയ്ക്ക് കിട്ടി. ഒന്നും കാണില്ല. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോവാട്ടോ. സിസേഴ്സ്, കത്തിരി. എന്താ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? കത്തിരി അല്ലേ? കത്രിക. എന്റെ നാട്ടില് കത്തിരി എന്നാ പറയാ. കൊറേ പേര് കൊണ്ടിരുന്നുണ്ടല്ലോ. പാർവതി അനങ്ങില്ലല്ലോ. പാർവതി ബീനാമൊക്കെ അവിടെ തന്നെ ഇരിക്കുവാണ്. ഒന്ന് ആക്റ്റീവ് ആവും. അതെ, ജോലി എല്ലാരും കൊണ്ടുവന്നു. വെരി ഗുഡ് വെരി ഗുഡ്. കത്രിക ഇല്ലാത്ത വീടോ? ബീനക്ക് കിട്ടിയില്ലേ? കിട്ടി. ഇതാണ്ടോ, നമ്മളൊന്ന് മാറി നിന്നാലൊക്കെ നമുക്ക് കിട്ടും. സൂപ്പർ. അതന്നെ, അതെ, നമ്മുടെ അതെ. നമ്മളത് കുറച്ചുകൂടെ ഒക്കെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളൊന്ന് എണീറ്റ് നമുക്ക് കിട്ടും. വീണയുടെ കയ്യിലുണ്ടല്ലോ. അല്ലെങ്കിൽ പെൻസിൽ, ഏതായാലും കുഴപ്പമില്ല.
ഓപ്ഷണൽ ആണ്, പേന അല്ലെങ്കിൽ പെൻസിൽ. ആ റെജീനയുടെ മോള് കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാ. ജോലിക്ക് കിട്ടി. ഇവിടെ പെന്നും പെൻസിലും ഒന്നും ഇല്ലേ? ജസ്റ്റിന് ഇത് കറങ്ങി നടക്കുക. നമ്മള് പേന പെൻസിൽ ഇതാണ്. അവസാനം കിട്ടി ജസ്നയ്ക്ക്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. ബുക്ക്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. സത്യം നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. ഞാൻ ബുക്കുമായിട്ടാ ഇരുന്നത്. ബുക്കുമായിട്ട് ഇരുന്നത് വീണ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കയ്യിൽ രജീന ബുക്ക് വേഗം ഉണ്ടോ? മകളുടെ ബുക്കും കൊണ്ട് വന്നു. ഞാൻ എല്ലാവരുടെ പേര് എഴുതി എടുത്തിട്ടുണ്ട്. ബുക്ക് കിട്ടി. ഗുഡ് ഗുഡ് ഗുഡ്. എല്ലാവർക്കും കിട്ടിയില്ലേ ബുക്ക്? ജസ്ന തിരിഞ്ഞു കളിക്കുക. ബുക്ക് എവിടെ? ബുക്ക് ജസ്ന ഇതല്ല ആദ്യ. ജസ്ന എവിടാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്? അടുത്ത സാധനത്തിലേക്ക് പ്ലേറ്റ്. ഇത് എന്തായാലും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇതില്ലാണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ജിജ അത് അടുക്കള വരെ പോകണ്ട് എടുക്കാൻ. ഈ പൊട്ടിക്കല്ലേ, എടുത്തോണ്ട് വരണുള്ളൂ. റജീനയ്ക്ക് കുട്ടി ഹെൽപ്പർ ഉണ്ടല്ലോ. കുട്ടിക്കാതെ അതെ, കുട്ടി ഹെൽപ്പർ ഉണ്ട് റജീനയ്ക്ക്. റജീനക്ക് ഓടണ്ട, സാധനം അടുത്തെത്തും. ജസ്നയ്ക്ക് കിട്ടി, പാർവതിക്ക് കിട്ടി. എടുത്ത് കാണിക്കുന്നുണ്ട്. പൊട്ടിക്കാതെ കൊണ്ടുവരണ്ടേ? ഓക്കെ, സൂപ്പർ. നമുക്ക് അടുത്ത സാധനം നോക്കാം. സ്പൂൺ. ഒന്നും കൂടി അടുക്കള വരെ പോണ്ടി വരും കേട്ടോ. ജിജയ്ക്ക് വയ്യ, മതിയായി. പാർവതിയുടെ കയ്യിലുണ്ട് സ്പൂണ്. റജീനക്ക് ഇപ്പൊ എത്തും, വെയിറ്റിംഗിലാണ്. ബീനയ്ക്ക് കിട്ടി. ജിജ വരുന്നുണ്ട്, നടന്ന് അലഞ്ഞ് അവശ്യായി. കൊണ്ട് പിന്നെ വെച്ചാ മതി. ഒറ്റ വരവില് പ്ലേറ്റും സ്പൂണൊക്കെ കൂടി കൊണ്ടുവച്ചാ മതി. ജസ്നയ്ക്ക് കിട്ടി. ഓക്കേ, സൂപ്പർ. അടുത്ത് നോക്കാം. പെർഫ്യൂം. സ്പ്രേ. പെർഫ്യൂം എന്നൊക്കെ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നില്ലേ, നമ്മള് സ്പ്രേ അല്ലേ? കിട്ടി കിട്ടി. ഇങ്ങനെ കിട്ടി. വെരി ഗുഡ്, സൂപ്പർ. റിമോട്ട്. TV റിമോട്ടോ AC റിമോട്ടോ എന്തായാലും കുഴപ്പമില്ല. TV ഇല്ല, AC റിമോട്ട് ഇല്ലാത്ത പാർവതിക്ക് കിട്ടി. ഓക്കെ 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 ഓക്കെ. റെജീനയ്ക്ക് റിമോട്ട്. റിമോട്ടില്ലേ? എന്താ അത് കുട്ടി കാണിക്കുന്ന അവള്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. എനിത്തിങ് റെഡ് ഇൻ കളർ. എന്തെങ്കിലും ചുവന്ന കളറിലുള്ള എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾ ഇട്ടിരിക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും മതി. വെരി ഗുഡ് ബീന. പാർവതിക്കൊന്നുമില്ലേ കാണിക്കാൻ? പാർവതി കാണിക്കുന്നുണ്ട്. വെരി ഗുഡ് പാർവതി. ജിജയ്ക്ക് കിട്ടി. ആത്മജിനൊന്നുമില്ലേ കാണിക്കാൻ? ആത്മജിന്റെ കോളർ ചോപ്പാണല്ലോ. ചുവന്ന കളറിലുള്ള എന്തെങ്കിലും. ഓക്കെ ഓക്കെ, സൂപ്പർ. നമുക്ക് അടുത്ത എന്താ നോക്കാം. കഴിഞ്ഞു അല്ലേ? ഗെയിം കഴിഞ്ഞു. അതെ. സോ നമുക്ക് ഒന്ന് സരിത മാം നിങ്ങൾക്ക് റോഡ് മാപ്പ് തരും. ഇനി അടുത്ത എന്തൊക്കെ സെഷനാണുള്ളത് എന്നുള്ളത് കേട്ടോ സരിത. അപ്പൊ നമ്മൾക്ക് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സെഷൻ നമ്മള് വൈൻഡപ്പിലേക്ക് കിടക്കുവാണ്. സോ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വരുന്ന സെഷൻസുകളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എൻജോയർ ആയിട്ടുള്ള നമ്മുടെ സെഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾക്ക് അടുത്ത ദിവസം നടക്കുന്ന സെഷൻ 2 നിങ്ങൾക്ക് ഇഗ്നുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇഗ്നു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നതാണ്. ദെൻ നമ്മൾക്ക് ഇഗ്നു യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, നമ്മുടെ ലേൺ വൈസിനെ കുറിച്ച്, ലേൺ വൈസിന്റെ സർവീസസ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് ആണ് നമുക്ക് അപ്കമിങ് സെഷൻസ് എന്ന് പറയുന്നത്.
സോ നിങ്ങൾ എല്ലാ സെഷൻസിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് നമുക്ക് എൻറ്റയർ ആയിട്ട് നമ്മളൊരു അക്കാദമിക് ജേർണിയിൽ എങ്ങനെയാണ് ലേൺ വൈസ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജേർണി ത്രൂ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എൻറ്റയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മുഖേന മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ സെഷനിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. നിങ്ങളുടേതായിട്ട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൃത്യമായിട്ട് നൽകാം. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ ഒരു തവണ മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷൻസ് നമ്മളുടെ വരുന്ന എല്ലാ അപ്കമിങ് സെഷൻസിലും ഉണ്ടായിരിക്കണം. ത്രൂ ഔട്ട് നിങ്ങൾ സെഷൻസിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് ലേൺ വൈസ് ഇഗ്നു ദെൻ നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ച് പലരും സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരുണ്ട്, അല്ലാത്ത ലേണേഴ്സ്. അപ്പൊ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കരിയർ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, സോഷ്യോളജി കോഴ്സ് എന്താണ് മുതലായിട്ടുള്ള എൻറ്റയർ ആയിട്ടുള്ള ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. സോ എല്ലാ സെഷൻസിലും നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് അപ്കമിംഗിൽ വരുന്ന നമ്മുടെ സെഷൻസിൽ നിങ്ങൾ പങ്കാളികളാവുക. നമ്മളുടെ കോഴ്സ് നമ്മളുടെ എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾക്ക് നമ്മളുടെ ലേൺ വൈസിനെ കുറിച്ചും നമ്മുടെ സോഷ്യോളജി കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വീക്ക്ലി കോൾസിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഡൗട്ട്സ് മറ്റൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നമ്മളുടെ ഒരു ഓറിയന്റേഷന്റെ ഒരു സെഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ സെഷൻസിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾക്ക് നമ്മുടെ സെഷന് ശേഷം നമുക്ക് ഓരോ സെഷൻസും നമ്മളുടെ സെഷൻസിന്റെ അകത്ത് നമ്മളുടെ ലേൺ വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള സർവീസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. സോ സെഷൻ 2, സെഷൻ 3, സെഷൻ 4, 5 അങ്ങനെ നമുക്ക് 10 സെഷനുകളാണ് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡേ ആണ് നമ്മളുടെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 9 സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് വരുന്നത് നമ്മൾ നിങ്ങൾക്കായിട്ട് കരുതിയിട്ടുള്ളത്. സോ എല്ലാവരും നമ്മുടെ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു സെഷൻ എൻജോയ് ചെയ്തില്ലേ? സെഷൻ 1. ഓക്കെ, നമ്മളുടെ ഓരോ സെഷൻ കഴിയുന്ന സമയത്ത് ന്യൂ ഹൊറിസോൺ എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഫോം തരും. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ലേണേഴ്സിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതായത് ഓരോ ലേണർക്കും ഏത് തരത്തിലുള്ള ഗൈഡൻഷിപ്പ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മെന്റേഴ്സ് മെന്റർ ഇപ്പൊ ഞാൻ ഏത് തരത്തിലുള്ള സർവീസസ് ആണ് ഗൈഡൻഷിപ്പ് ആണ് നിങ്ങൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ലേൺ വൈസ് ടീമിനും മെന്ററുകൾക്കുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ ക്ലിയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് ന്യൂ ഹൊറിസോൺ ഫോം എന്നുള്ളത്. എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് മച്ച് ബെറ്റർ എന്താണ് നിങ്ങളെ നമ്മൾക്ക് കൂടുതൽ അറിയുന്നതിനും അതോടൊപ്പം തന്നെ ലേൺ വൈസ് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സർവീസസ് നിലവിലുള്ള സർവീസസ് കൂടുതലായിട്ട് നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സർവീസസ് നിലവിലുള്ള സർവീസസിൽ മെച്ചപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ഫോം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങൾ ഓരോ ലേണേഴ്സും സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഇൻഡിവിജ്വലി ആയിട്ടുള്ള പെർസ്പെക്ടീവ്സിന്റെയും അടിസ്ഥാനത്തിലാണ്. സോ ഈ ഫോം നമ്മുടെ ന്യൂ ഹൊറിസോൺസ് ഫോം അയക്കുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യും. എല്ലാവരും സബ്മിറ്റ് ചെയ്യണം കേട്ടോ. സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂ ഹൊറിസോൺസ് ഫോം എന്നുള്ളത് സബ്മിറ്റ് ചെയ്യുക. നമ്മളുടെ എന്താണ് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഡിഗ്രിയുടെ ഗ്രാജുവേഷന്റെ അകത്ത് നമ്മൾക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ലേൺ വൈസ് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ നിങ്ങൾ എല്ലായ്പ്പോഴും ലേൺ വൈസുമായിട്ട് നിങ്ങളുടെ ജേർണി ഉണ്ടാക്കുക. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഒരു സരിത ആക്ഷൻ ടാസ്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണേ പോകുന്നതിന് മുമ്പ്, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ഫസ്റ്റ് സെഷൻ നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്.
ദെൻ നമ്മളുടെ ഈ ഒരു സെഷൻ, ഓരോ സെഷൻ കഴിയുന്ന സമയത്തും ഞാൻ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ രീതിയിലുള്ള ടാസ്ക് അല്ല, നമ്മുടെ ആക്ഷൻ ടാസ്കിനകത്ത് നിങ്ങൾക്ക് ഓരോ സെഷന്റെ അകത്തു നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ ഈ സെഷന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും അത് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ അതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് അതിലൊരു ഫോർമാറ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അതിനകത്ത് ഒരു ഹോംവർക്ക് പോലെ കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡൗട്ട് ഒരു ഉണ്ടെങ്കിൽ സെഷൻ സരിതാ മാമിന്റെ അടുത്ത് ചോദിക്കാം. സരിതാ മാം ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അതായത് ഈ ഒരു സെഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇതല്ല. എല്ലാ സെഷൻ കഴിയുമ്പോഴും ഈ ഫോക്സ് നമ്മൾ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നമ്മളുടെ ഒരു സെഷൻസ് നമ്മളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിലൊക്കെ നിങ്ങൾ എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു മുതലായ കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് നമുക്ക് വൈൻഡപ്പ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ? ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട്. ജസ്ന പറയാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് തോന്നുന്നുണ്ട്. അതെ, എങ്ങനെ നല്ലായിരുന്നു. ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രേ ഉള്ളൂ, ഒറ്റ വാക്കിൽ അത്രേ ഉള്ളൂ പറയാൻ. അതെ. ഗെയിംസ് ഒക്കെ എൻജോയ് ചെയ്തോ ജസ്ന? യെസ്. വേറെ ആർക്കാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്? ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജോളിക്ക് എന്തോ പറയാനുണ്ട്, മുഖം കണ്ടാ അറിയാം. വളരെ നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. നമുക്ക് ആ കോളേജിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആശ്വസിക്കാമല്ലോ. അതെ, അതാണ് നമ്മളും ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പലരും പല രീതിയിൽ നമ്മളുടെ കോഴ്സസ് ഒക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട വന്ന ആളുകളുണ്ട്, സാഹചര്യങ്ങൾ പഠിക്കാൻ പറ്റാതെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് എന്താണ് നിങ്ങൾക്കൊരു ക്യാമ്പസ് ലൈഫ് അല്ലേ വൈഷ്ണവി മാം, നമ്മളൊരു ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. അതായത് നമ്മൾ കോളേജിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഒരു ഫ്രഷേഴ്സ് ഡേ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് പാർട്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ് ഓറിയന്റേഷൻ ഡേ. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്രഷേഴ്സ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഡേ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ തന്നപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മെമ്മറീസ് അല്ലേ എനിക്കൊന്ന് സരിത ബീനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഭയങ്കര കോളേജിൽ പോയിട്ടുണ്ട്, എന്നാലും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോളേജിൽ പോയ പോലൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ഇതുപോലെ തന്നെയായിരുന്നു എല്ലാ ക്ലാസ്സുകളും. വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി. താങ്ക് യു. വേറെ ആർക്കാ? ജിജയ്ക്ക് പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ജിജ ഇന്നത്തെ ഒരു സെഷൻ? സെഷൻ നന്നായിരുന്നു. ഞാൻ കോളേജിലാണ് പോയിട്ടില്ല, ഹോസ്പിറ്റലിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഡിപ്ലോമയും PSCയും പറ്റി. അപ്പൊ ആ നഷ്ടം ഇങ്ങനെ ഇങ്ങനെ ഇതായി വരുന്നു. ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ സെഷൻ? ഇഷ്ടപ്പെട്ടു. പേടിയൊക്കെ മാറിയോ? പേടിയൊക്കെ മാറി. ഓക്കെ, ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ നല്ല പറയാനുണ്ടോ? ആരായിരുന്നു അത്? റെജീന. റെജീന, കേക്കാവോ ഞാൻ പറയണത്? കേക്കാം, പറഞ്ഞോളൂ. റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതാണ് ചില സമയത്ത് കട്ടായി പോണത്. വളരെ വളരെ നല്ലൊരു ഇതായിരുന്നു കേട്ടാ, മീറ്റിംഗ് ആയിരുന്നു. എനിക്ക് വലിയ പേടിയായിരുന്നു സത്യം പറയാലോ. ഇത്രയും പ്രായത്തില് നമ്മള് ഒരു BA ഒക്കെ എടുക്കണ, സോഷ്യോളജി ഒക്കെ എടുത്ത് ഇങ്ങനെ പഠിക്കണ, എന്താകും നമുക്ക് മക്കളായിട്ടുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പം നമ്മളെ മെന്റർമാർ അവരാണ്, നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ മക്കളെ പ്രായത്തിലുള്ള കുട്ടികളാണ്. നമ്മൾ അവരെങ്ങനെയാണ് കാണുന്നത്, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നുമില്ല ഏട്ടാ, ഇപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ആയി, നിങ്ങൾ അതേ ഏജ് ആയിരിക്കും. പിന്നെ ഒരു സമാധാനം എനിക്ക് വന്നത്, ഈ ഒരു മാഡം പറഞ്ഞു എനിക്ക് 53 വയസ്സായി എന്ന് പറഞ്ഞ് ഞാനിപ്പോഴും പഠിക്കാൻ ഇങ്ങനെ LLBക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങ് മനസ്സിലൊരു സമാധാനമായിട്ട്. എന്ന് വെച്ചാല് എന്നെക്കാളും ഏജുള്ളവര് പഠിക്കുന്നുണ്ടല്ലോ, നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു സെക്ഷനില്. സൂപ്പറായി. താങ്ക് യു സോ മച്ച് റെജീന. നല്ലൊരു
ഒരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ആദ്യം ഒന്നും അനങ്ങാതൊക്കെ അങ്ങനെ ഇരുന്നത്. പിന്നെ ഞാനിത് ചെയ്തപ്പോ പലരും പറഞ്ഞ ഡിഗ്രിയില് കോളേജിലൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രസം കിട്ടത്തുള്ളൂ, വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ പലരും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പലരും നോക്കുമല്ലോ. പക്ഷെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു അറിയാൻ വയ്യാത്ത ആളുകളാകുമ്പോ എങ്ങനെയാന്നുള്ളൊരിതുണ്ട്. പക്ഷെ എല്ലാരും ആന്റിമാരും എല്ലാരുമായിട്ട് നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. കൂട്ടായി ഇപ്പോ. ഓക്കെ, താങ്ക് യു പാർവതി. താങ്ക് യു പാർവതി. സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ? ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സെഷൻ 2 നിങ്ങളുടെ സിലബസിനെ കുറിച്ച് പറയുന്നതും ഇഗ്നോ എന്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇനി അടുത്ത സെഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ സരിതാ മാം തരും നെക്സ്റ്റ് സെഷന്റെ സമയത്ത്. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ എല്ലാവരും ആക്ഷൻ ടാസ്ക് ചെയ്യുക, മടിക്കരുത് കേട്ടോ, മടി പിടിക്കരുത്. ആക്ഷൻ ടാസ്ക് ചെയ്യുക, എന്നിട്ട് സരിതാ മാമിന് കൊടുക്കുക. ആൻഡ് നമുക്ക് അടുത്ത സെഷനിൽ കാണുന്നവരെ ബൈ. Bye. Good night. Good night. Bye bye. Thank you so much all. Thank you. Bye.